ഇന്ന് ഡിന്നറിന് മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. എൻ്റെ കൊച്ചുമോളാണ് ഇരുന്ന് കഴിക്കുന്നത്. ഹോട്ടലിനേക്കായി കിട്ടുന്നതിനൊക്കെ നല്ല മസാല ദോശയാണെന്നാണ് അവൾ അഭിപ്രായം പറഞ്ഞത്. പാൻ ചൂടാക്കി 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. 2 ചെറിയ സവാള കൊത്തിയരിഞ്ഞതും പച്ചമുളക് ഞാൻ ഇതിനകത്ത് സ്വല്പം വലുതായിട്ടായിട്ടത് കുരുകുരാന്നരിഞ്ഞ് ഇട്ടാലും മതി, അല്ല ഇതൊന്ന് എടുത്ത് കളയേണ്ടി വരും. സവാള ഇട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് പൊടി ഇടുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം 1 ടേബിൾ സ്പൂൺ മതി. അത് നല്ലപോലെ വഴന്ന് വരണം. പിന്നെ ബീട്രൂട്ടാണ് ചേർക്കുന്നത്. ഞാനിത് കഷ്ണമായിട്ട് അരിഞ്ഞ് വേവിച്ചിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ്. അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കുരുകുരാന്ന് അരിഞ്ഞ് വേവിച്ചെടുത്താലും മതി. എന്തായാലും ഒന്ന് വേകണം. അതും വഴന്ന് വരുമ്പോൾ പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ചത് ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്താൽ മതി. നല്ലപോലെ അത് ഇളക്കി യോജിപ്പിച്ച്, ഇനി എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് പൊടിച്ച് എടുക്കണം. ആ പൊട്ടറ്റയും ബീട്രൂട്ടും കൂടെ നല്ലതായിട്ട് ചേരണം. ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് ഇളക്കിക്കൊണ്ട് ഇരിക്കുക. ഇനിയൊരു പൊടിക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് നോക്കിക്കണം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം ഈ സമയത്ത്. ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിക്കുക. മല്ലിയില അരിഞ്ഞിടുക. പാൻ വെച്ച് ചൂടാക്കി കഴിയുമ്പോൾ ദോശമാവ് വളരെ കനം കുറച്ച് വേണം ഒഴിക്കാനായിട്ട്. അതിനകത്തോട്ട് നമുക്ക് നല്ല ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് എടുക്കാം. നടുക്കോട്ട് മസാല വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മടക്കിയെടുക്കുക. സ്വല്പം കൂടെ നെയ്യ് ഒഴിക്കാം. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് എടുക്കുക. ഈ നെയ്യ് അവരവരുടെ ഇഷ്ടത്തിന് നെയ്യോ ഒഴിക്കാൻ. ചിലർ വെളിച്ചെണ്ണയാണെങ്കിലും, ഇവിടെ ചിലർക്ക് വെളിച്ചെണ്ണ മതി, വെളിച്ചെണ്ണയാണെങ്കിലും ഒഴിക്കാം. അത് അവരവരുടെ ഇഷ്ടത്തിന് നമുക്ക് ഒഴിക്കാം.